നമ്മൾ മഴയൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏലത്തിന് കുറച്ച് വളമിടുക കേട്ടോ. ഏലത്തിന് നമ്മൾ 3 ഐറ്റം വളമാണ് ഇടുന്നത്. ഈ 3 ഐറ്റം വളവും കൂടെ നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാറാമിൽ 1/2 കിലോയും മറ്റേ ഹുമിക്ക് 100 ഗ്രാമും അതുപോലെ തന്നെ മൈക്രോ ഫുഡ് 50 ഗ്രാം അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളിതിന് ഞാൻ കഴിഞ്ഞ ദിവസം കുമ്മായും അതുപോലെ തുരിശും കൂടെ ചോട്ടിലിട്ട് കൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വേരൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് റംബൂട്ടാൻ കണ്ടോ, ഒരു ലോഡ് കണക്കിനാണ് ഒഴിഞ്ഞു കിടക്കുന്നത് അവിടെ. ഇതൊന്ന് മുഴുവൻ ഒഴിഞ്ഞു പോകുന്നതാണ്. അത് മരുന്ന് സമയത്ത് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് വേരടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് ഞാനിപ്പോൾ 3 വളങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. സ്റ്റാറാമിലെന്ന് പറയുന്ന വളം ഇത് കൂട്ടുവളമാണ്. എല്ലാം എല്ലുപൊടി അടക്കമുള്ള എല്ലാം മിക്സ്ഡ് വളം വരുന്ന സ്റ്റാറാമിലാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹുമിക്കും മൈക്രോ ഫുഡ് ഒരു 50 ഗ്രാം വെച്ചിട്ട് വന്നാൽ മതി. മൈക്രോ ഫുഡ് 50 100 ഇടാം. പക്ഷേ ഹുമിക്ക് നമുക്ക് ഈ ഒരു വർഷമല്ലേ ചെടിക്ക് പ്രായമായിട്ടുള്ളൂ. അതിനൊരു 50 ഗ്രാം വെച്ചിട്ടാൽ മതി. ഇതൊരു 1/2 കിലോ വെച്ചിട്ട് ഇടാം കേട്ടോ ഈ സ്റ്റാറാമിൽ. ഇതിങ്ങനെ കുറച്ച് അകത്തി ഇട്ട് കൊടുക്കുകയാണ്. വേര് നല്ല ദൂരെയാണ്, അതുകൊണ്ട് ചെടിക്ക് കുറച്ച് അകത്തി ഇട്ട് കൊടുത്താൽ മതി. നല്ലതായിട്ട് എടുത്തോളും. ചുറ്റിനും എത്തുന്ന പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഉള്ളിലിടണ്ട, ഇതുപോലെ ചുറ്റിനും നിരത്തി ഇട്ടാൽ മതി. നന്നായിട്ട് ചെടിക്ക് വളർച്ച കിട്ടും. ഇപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചെടിക്ക് നന്നായിട്ട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വേരും എല്ലാം അടിച്ച് മറ്റേ നമ്മളുണ്ടായിരുന്ന കേടുഭാഗങ്ങളെല്ലാം നന്നായിട്ട് മാറി. ഇനി അത്യാവശ്യം വളം ചെയ്യാം. നല്ല അടമഴയില്ലോ, മഴ നന്നായിട്ട് മാറിയത് കൊണ്ട് ഇപ്പം ഈ ഒരു 3 വളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബാക്കിയുള്ളതിനെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം കുമ്മായവും തുരിശും എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വേര് റെഡിയായി കേട്ടോ. പിന്നെ നമ്മൾ 18 സ്പ്രേ ചെയ്തായിരുന്നല്ലോ ചുവട്ടിലും. 19 കംപ്ലീറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ വേരുണ്ടാകുന്നുണ്ട്. ചെടിക്ക് നല്ല പച്ചപ്പും നല്ല വളർച്ചയും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നമ്മൾ ഫുള്ള് ഒരു 1/2 കിലോ വെച്ച് സ്റ്റാറാമിലിട്ടു. ഇനിയൊരു 100 ഗ്രാം മൈക്രോ ഫുഡും അതുപോലെ തന്നെ ഒരു 50 ഗ്രാം ഹൂമിക്കും ഇത്രയും ചേർത്ത് ഇനി ഒന്നും ഇവിടെ ചോട്ടിക്കൂടി ഇടുവാണ്. ഇത് പിന്നെ മേളിൽ കൂടി ഇട്ടല്ലോ, ഒരു ഈ അളവ് മതി. മൊത്തത്തിലൊന്ന് എത്തുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കാവേ ചുറ്റിനുമേ. ഒരു ഇത്രച്ചയും വെച്ചിട്ടാൽ മതി. കുറച്ച് ഒരു കൈക്കകത്ത് കൊള്ളുന്ന അത്ര മതി. ഒരു 50 ഗ്രാം വരുന്ന രീതിയിൽ ഇട്ടാൽ മതി. അതുപോലെ മൊത്തം ചെടിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ 3 കൂട്ടം. ഇപ്പോൾ ചെറിയൊരു തൂളമഴ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. വലിയ അടമഴ അല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇഷ്ടം പോലെ വേരും ഉണ്ടോ, ഇതുണ്ടോ അടിക്കുന്നത് കംപ്ലീറ്റ് വേര്. ചെറിയൊരു മഴയുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. ചെറുതായിട്ട് തൂളമഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇട്ട വളം കറക്റ്റായിട്ട് ചുവട്ടിലോട്ട് എടുത്തോളൂ. ഒഴുകി പോകത്തുമില്ല. ഒഴുകാനുള്ള മഴയില്ല താനും, എന്നാൽ തൂളി നിൽക്കുന്ന ഒരു മഴയാണ്. അപ്പോൾ നല്ല കാലാവസ്ഥ വളം ചെയ്യാനായിട്ട്. ഞള്ളാനി, കണിപറമ്പൻ അതുപോലുള്ള ഏലത്തിൻ്റെ ഏത് വെറൈറ്റിയുടെ വേണമെങ്കിലും തട്ട ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. നമുക്കിപ്പം നിലവിൽ തട്ട കൊടുക്കാനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണിപറമ്പനാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു 10,500-2,000 തട്ടയോളം മുകളിൽ കൊടുക്കാൻ നിൽപ്പുണ്ട്. മറ്റുള്ളത് നമുക്ക് അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ.